ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 8 മുതൽ 10 വരെ വായിക്കുമ്പം, നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളെയൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? യഹൂദന്മാരോട് ദൈവം ചോദിക്കുകയാണ്, അവർക്കിഷ്ടമുള്ള മ്ലേച്ഛതകളെല്ലാം അവർ ചെയ്ത് അവർക്ക് ബോധിച്ച വഴികളിൽ നടന്നിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നിട്ട് അവർ ദൈവത്തെ അഭയം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് തെറ്റ് ചെയ്തിട്ട് ആലയത്തിലേക്ക് വരാൻ അവർക്ക് ധൈര്യം കാണിക്കുകയാണ് അവർ. 11-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. മത്തായി 21:13 യേശുക്രിസ്തു ഇതേ വചനം തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ കാലത്ത് ആലയത്തിൽ നടന്ന മ്ലേച്ഛതകൾ കണ്ടിട്ടാണ് കർത്താവ് ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറയുന്നത്. കള്ളന്മാർ അവർക്കിഷ്ടമുള്ള മ്ലേച്ഛ കാര്യങ്ങൾ തങ്ങളുടെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോയി ചെയ്തിട്ട് മടങ്ങി അവരുടെ ഗുഹകളിൽ വന്ന് വിശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് ഇവർ ആലയത്തിലും പ്രവർത്തിക്കുന്നത്. അവർക്കിഷ്ടമുള്ള മ്ലേച്ഛതകളെല്ലാം ചെയ്തിട്ട് മടങ്ങി ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അവർ. ദൈവം ഇവർ ചെയ്യുന്നത് ഒക്കെ കാണുന്നുണ്ട്. അവർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നും ഇരിക്കുന്നു. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം, എന്നാൽ ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഷീലോവിൽ ഉള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളെയൊക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുക കൊണ്ട് എൻ്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ഷീലോവോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും. നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എഫ്രയീം സന്തതിയൊക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളെയും എൻ്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശമായ കനാനിൽ എത്തിയപ്പോൾ സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന നിയമപ്പെട്ടകം ആദ്യം വെച്ചത് ഷീലോവ് എന്ന സ്ഥലത്തായിരുന്നു, ഷീലോവിലായിരുന്നു. തങ്ങൾക്ക് ഷീലോവിൽ നിയമപ്പെട്ടകമുണ്ട്, സമാഗമന കൂടാരമുണ്ട് എന്നൊക്കെ അവർ ചിന്തിച്ചു. അത് അവർക്ക് ഒരു അഭിമാനമായിരുന്നു. അതിൽ അവർ തൃപ്തരായിരുന്നു. അവരുടെ മ്ലേച്ഛതകൾ മുറുകെ പിടിച്ചതുകൊണ്ട് ദൈവം ഷീലോവിനെ ഫെലിസ്ത്യർ പിടിച്ചടക്കാനായിട്ട് അനുവദിച്ചു. ഫെലിസ്ത്യർ വന്ന് നിയമപ്പെട്ടകം പിടിച്ചുകൊണ്ട് പോയി. ഏലി മരിച്ചു. ഏലിയുടെ മക്കൾ പുരോഹിതന്മാർ യുദ്ധത്തിന് കൊല്ലപ്പെട്ടു. അടുത്തത് ദൈവം അവരെ ശത്രു സൈന്യമായ അശൂർ എന്ന ജനത്തെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ ജനം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇവർക്ക് ഷീലോവിൽ ഉള്ള ദൈവത്തിൻ്റെ വാസസ്ഥലം ഉണ്ടെങ്കിലും അവരെ ദൈവം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. മുമ്പ് ഷീലോവിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുമ്പ് ദൈവം നമ്മുടെ ജീവിതത്തിലും ചെയ്തത് ഓർത്ത് നമ്മൾ സന്തോഷിക്കാറുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു എന്നുള്ളത് സന്തോഷിക്കാറുണ്ട്. മുമ്പ് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലെങ്കിൽ ന്യായവിധി അവരുടെ മേൽ വന്നതുപോലെ തന്നെ നമ്മുടെ മേലും വരും. മത്തായി 7:21 മുതൽ 23 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്,
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോഴും ദൈവസന്നിധിയിൽ നേരോടെ ഇരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം.